ഇതാണ് പണ്ട് കലിംഗദേശമെന്ന് കേൾവി കേട്ടിരുന്ന ഒറീസ എന്ന ഇന്നത്തെ ഒഡീഷ. ഭക്തിയും രതിയും സ്നേഹവും അന്ധവിശ്വാസങ്ങളും അന്തർധാരയായി ഒഴുകുന്ന 5000 വർഷം പഴക്കമുള്ള മറ്റൊരു ദക്ഷിണേന്ത്യൻ പൈതൃകം. ലോകം വളരുന്നെങ്കിലും നാട് വളരാത്ത ഗഞ്ചാം എന്ന ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് 35 വർഷം മുമ്പാണ് ഈ കഥ തുടങ്ങുന്നത്. ഗഞ്ചാമിലെ ഗോണ്ടുകൾക്കിടയിൽ ഗോവിന്ദചന്ദ്ര ശ്രീരാമകീർത്തനങ്ങൾ പാടിക്കഴിയുന്ന സുന്ദരപാണ്ഡേക്കും രത്നവല്ലിക്കും 2 സുന്ദരികളായ പെൺമക്കളുണ്ടായിരുന്നു, ചന്ദ്രഭാഗയും സുനേയിയും. പുരി ജഗന്നാഥന് മുമ്പിലെ മഹാരികളെന്നറിയപ്പെട്ട ദേവദാസികൾ കാലം ചെയ്തിട്ടും അഭിനവ ജഗന്നാഥന്മാർക്ക് ആ പെൺശരീരങ്ങൾ എന്നും ആവശ്യമായിരുന്നു. കൊണാർക്കിലെ ചലിക്കുന്ന ശില്പം പോലെ ചന്ദ്രഭാഗ ഇന്ന് ജന്മിത്വത്തിന്റെ പൗരോഹിത്യമുള്ള കാമദേവ പ്രധാന്റെ കൊട്ടാരത്തിലെ അകത്തളത്തിലുണ്ട്. തണുപ്പിനോട് ഔപചാരികമായി വിട ചൊല്ലി ചൂടിനെ സ്വാഗതം ചെയ്യുന്ന അഗ്നി പൗർണമി നാളിൽ 18 തികയുന്ന സുനേയിയും ഈ കാമബലിക്കിരയാകേണ്ടവളാണ് എന്നത് നിയോഗം. ഇത് ഗഞ്ചാമിലെ മാത്രം കഥയല്ല, ഏത് ഇന്ത്യൻ തെരുവോരത്തെയും പെൺശരീരങ്ങളുടെ കഥനകഥയാണ്. ଆପଣମାନେ ଶୁଣିଥିବେ, ମୁଁ ଆଗରୁ ଚନ୍ଦ୍ରଭାଗା ନଦୀ ଥିଲି. ഞാനൊരു പുഴയായിരുന്നു, ചന്ദ്രഭാഗ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്നിൽ മുങ്ങിക്കുളിച്ച് സൂര്യനെ വന്ദിക്കാത്തവർ ഈ ഒറീസയിലുണ്ടാവില്ല. സൂര്യക്ഷേത്രത്തിന് ഓരം ചേർന്നാണ് ഞാൻ ഒഴുകിയിരുന്നതെങ്കിലും എന്തിനാണ് അയാൾ എന്നെ കാമിക്കാൻ വന്നത്? എനിക്കെന്നും ഇഷ്ടം നിലാവത്തിങ്ങനെ തിളങ്ങുന്ന ഈ ചന്ദ്രനെയാണ്. അതുകൊണ്ടല്ലേ പിടിച്ചടക്കാൻ വന്നപ്പോൾ ഞാൻ ഓടി കടലിൽ ചാടി പാതിവൃത്യം രക്ഷിച്ചത്. പ്രണയം പിടിച്ചടക്കാനുള്ളതല്ല ബാബു, പരസ്പരം പൂ പോലെ പറിച്ചെടുക്കാനുള്ളതാണ്. अग्नि पूर्णिमा को आउ 3 मास रहिला. ए वर्ष जुहारी बळी पई को कुकुड़ा अछि जे भगवान को जणा. को कुकुड़ा हब भाई एई सुंदर पंडार सान झियो सुने ही तो ताकू परा से दिन 17 पुरी 18 वर्ष चलिबा. हेले रत्न मानिबनी परी लागुची.
से मारिबा मरिबा पाई भी पछेइबनी रे बाबा आस ତମର ମଙ୍ଗଳ ହେବ ହଜୁର, ତମର ମଙ୍ଗଳ ହେବ। ମଣିଷର മനുഷ്യമതമല്ല രത്നവല്ലി, ഈശ്വരର മംഗଳ ദൈവഹിതമാണ് പ്രധാനം. ഈശ്വരର മംഗള ഹി തലമുറകളായി നിലനിന്നു പോരുന്ന ആചാരത്തിനാണ് പ്രാമുഖ്യം. കൈകൂപ്പേണ്ടതും കണ്ണീര് തൂവേണ്ടതും ഇവിടെയല്ല, ഭഗവാൻ സാക്ഷാൽ ലോകനാഥന് മുന്നിൽ. ദൈവത്തിന് ദാസിയാകാൻ വേണ്ടി സ്വന്തം മകൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനിക്കുക. ସମୟ ଶେଷ ലോകനാഥന് നന്ദി പറയുക. ଦେବଦାସୀ ସଜୀବ പോകൂ, ഇനിയും സമയമുണ്ട് ദേവദാസിയാകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ. ଭଗବାନଙ୍କ ദൈവഹിതത്തിന് എതിര് നിൽക്കാനോ വിധിയെ തടയാനോ നമുക്കാവില്ല രത്നവല്ലി. പാരമ്പര്യ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യാൻ നമ്മൾ ആരും വളർന്നിട്ടില്ല. ନାହିଁ, ମତେ ସେ ପରମ୍ପରା ବିଶ୍ୱାସ କିଛି ଦରକାର ନାହିଁ। ମତେ ତ ଖାଲି ମୋ ଝିଅ ଦରକାର। ଆରେ ମୋ ପାଇଁ ମୋ ଝିଅ ବଡ଼। ମଣିଷ ପରମ୍ପରା ତିଆରି କରେ, ପରମ୍ପରା ମଣିଷକୁ ନୁହେଁ। ଆରେ ଏ ଦେଶରେ କ'ଣ ନୀତି ନିୟମ ଭୁଲି କିଛି ନାହିଁ, କିଛି ନାହିଁ। ଆମକୁ ନ୍ୟାୟ ନ ମିଳିବା ଯାଏ ମୁଁ କିନ୍ତୁ ଛଡ଼ିବିନି। ମୁଁ ସବୁ ନ୍ୟାୟର ଦରଜାକୁ ଯାଇ ବାଡ଼େଇବି, ମୁଁ ବାଡ଼େଇବି, ବାଡ଼େଇବି। സമാജ സംസ്കൃതി പരമ്പര വിരുദ്ധ കുലത്തിനും ആചാരത്തിനും വില പറഞ്ഞവർക്കുള്ള ശിക്ഷ മൃത്യുദണ്ഡര ധാര മരണമല്ലാതെ മറ്റെന്താണ്? ഒഡീഷ ഉത്കള ഇത് ഒറിയ ദേശം വാഴും പുരി ജഗന്നാഥന്റെ പേര്. आँखें खोलो माँ, 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 माँ। പകൽ വെളിച്ചത്തിൽ ഇത്രയും ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനൊരു കൊലപാതകം. എന്നിട്ടും പ്രതികരിക്കാൻ ഒരാളും ഉണ്ടായില്ല, രാമേട്ടൻ പോലും. ഈ ഒറിയാവായി ശ്വസിക്കാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലമായി. ഇവിടെ ഞാനിപ്പോഴും ഒരു അന്യനാട്ടുകാരനാണ്. ഇവിടുത്തെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ചോദ്യം ചെയ്യാനുള്ള ത്രാണിയോ അവകാശമോ എനിക്കില്ല, ആഗ്രഹമുണ്ടെങ്കിൽ പോലും. അപ്പോൾ രാമേട്ടൻ ഇവിടെ വന്നിട്ട് 20 വർഷത്തോളമായി? അച്ഛൻ അപ്പൂപ്പന്മാരോടൊപ്പം അടക്ക കച്ചവടമായിട്ട് വന്നതായിരുന്നു. ഒറിയക്കാർ താമ്പൂലത്തോടൊപ്പം നമ്മുടെ അടക്ക ചവച്ച് ചവച്ച് ജീവിതവും അങ്ങ് ചവച്ചു തുപ്പിന്ന് പറഞ്ഞാൽ മതിയല്ലോ. നാട്ടിൽ തലശ്ശേരി പാരമ്പര്യമായിട്ട് അടക്ക കച്ചവടക്കാരാ. ആന്ധ്രയും ഒറീസയാണല്ലോ നമ്മുടെ വിപണി. കെയിഞ്ചോറിലെ കുയി കമ്മ്യൂണിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഞാൻ വരുന്നത്. അടുത്തിടെ നടന്ന ട്രൈബൽ ഇഷ്യൂസിനെ പറ്റിയൊക്കെ അറിയണം. പിന്നെ അവരുടെ ഇവിടുത്തെ അടഞ്ഞുകിടക്കുന്ന ഏകാധ്യാപക വിദ്യാലയം തുറക്കണം. വില്ലേജ് പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവുമാണ് പ്രധാനം. ഇത്തരം അനാചാരങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിക്കലും. അന്താരാഷ്ട്ര വനിതാ വർഷം, വനിതാ ദശകം, പ്രഖ്യാപനത്തിന് ഒരു കുറവുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ പാവാട ചരടിന് ഇപ്പോഴും വാഴനാരന്റെ ഉറപ്പേ ഉള്ളൂ രാമേട്ട. ഇവിടെ കൊണ്ട മതി നിന്റെ കളി. ഓർക്കുമ്പോ പേടി തോന്നുക. എനിക്കൊരു മകളുണ്ട്, അവളും 18നോട് അടുക്കുന്നു. നിയമം പോലും നോക്കുകുത്തിയാവുന്നിടത്ത് നമുക്കൊക്കെ എന്താണ് ഒരു ആശ്രയം മീരാബായി? ബഹുമാനപ്പെട്ട കളക്ടർ സർ,
നിങ്ങളൊരു മലയാളി ആയതുകൊണ്ട് മാതൃഭാഷയിൽ പറയുന്നതായിരിക്കും നല്ലത്. സർ, ഗൗതമ ബുദ്ധന്റെ വേരുള്ള കലിംഗ മണ്ണിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. ബുദ്ധന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ഒറീസയിൽ മനുഷ്യനുണ്ടായ കാലം മുതൽ അവരുടെ കരയുന്ന കണ്ണുകളിൽ നിന്നുള്ള കണ്ണീർ ശേഖരിക്കുകയാണെങ്കിൽ അത് ഈ ഒറീസയിലെ ജലാശയങ്ങളിലെ വെള്ളത്തേക്കാൾ എത്രയോ അധികമായിരിക്കും. മീരാബായി, നിങ്ങളുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു കൂട്ടം ടിപ്പിക്കൽ റൗഡികൾ ഭരിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങളുടെ പരിമിതമായ അധികാരങ്ങൾ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും? പ്രതികരിക്കണം സർ. അതിനാവില്ലെങ്കിൽ ഈ IAS-ഉം IPS-ഉം കളഞ്ഞ് ഞങ്ങളോടൊപ്പം ഗ്രാമത്തിലേക്ക് ഇറങ്ങണം. മിസ് മീരാബായി, एटा ऑफिशियल मीटिंग आपण एमती कहवाटा ठीक होऊन और कैसा बात करे जहां नैतिकता नहीं है. ഒരു നാട്ടാചാരത്തിന്റെ പേരിൽ സ്വന്തം മകൾ കൺമുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് കണ്ട ഒരു അമ്മ അത് തെളിവ് സഹിതം നിങ്ങൾ പോലീസിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് ഇന്നേക്ക് എത്ര നാളായി? അവരുടെ പരാതികൾ നിങ്ങൾ അന്വേഷിച്ചോ? ഹജി ചോടിയെ വേ ബി जिंदा है या मर गए हैं? कहीं कोई कभी जानना चाहा? ജവാബ് ദവാക്കു ഹബോ ആജ്ഞാ. സുനയുടെ അമ്മയെ പ്രധാൻ കുടുംബം വെടിവെച്ച് കൊന്നത് കണ്ടതിന് സാക്ഷികളുണ്ട്. അവർ ഭയന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. ചൂപ്പ് റହୁଛନ୍ତି ସେମାନେ. ഭയരെ ଆଉ କ'ଣ କରିବେ? ഉള്ളവന്റെ ദേഹത്ത് ഒരു വെടിയുണ്ട ഏറ്റാൽ അത് സ്വർണ്ണയുണ്ടയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കും. ഇല്ലാത്തവന്റെ ദേഹം വിശന്നുണങ്ങി വരേണ്ടതാണല്ലോ. ഇത് ഷണ്ടത്വമാണ് സർ, അധികാരത്തിന്റെ ഷണ്ടത്വം. മീരാബായി, കൺട്രോൾ യുവർസെൽഫ്. ഇതുപോലുള്ള അവസരങ്ങളിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പാടാണ് സർ. ബുദ്ധിമുട്ടാണെങ്കിൽ ആയുധമെടുക്കാം, വെടിവെച്ചു കൊല്ലാം. କାମଦେବଙ୍କୁ ଗିରଫ କର, ରତ୍ନନାନୀକୁ ନ୍ୟାୟ ଦିଅ, ଗାଝିଙ୍କୁ ସୁରକ୍ଷା ଦିଅ. Stop it. Silence. Silence, please. इस देश में इंदिरा गांधी जैसी महिला राज कर रही है, लेकिन यहाँ की औरतें सुरक्षित नहीं है. साथियों, गांधी जी ने जो कहा था आज हमें वो उल्टा करना पड़ रहा है. भारत की आत्मा गांव में नहीं बसते, गांव में बसे है सिर्फ माँ, बहन और बेटियों की दर्दनाक विलाप. അണ്ടർ സെക്ഷൻ 302 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ഗഞ്ചാമിലെ ചികിട്ടി കോളനിയിലെ അന്തേവാസിയായ രത്നവല്ലി എന്ന സ്ത്രീ വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന കാമദേവ പ്രധാൻ എന്ന ആളെ അറസ്റ്റ് ചെയ്യുവാനും രത്നവല്ലിയുടെ നിരാലംബയായ മകൾ സുനേയ്ക്ക് നഷ്ടപരിഹാരമെന്ന നിലയിൽ 1,00,000 രൂപ നൽകുവാനും കേസ് നടപടികൾ തീരുന്നതുവരെയോ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാലം വരെയോ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും ഏർപ്പാടാക്കുവാൻ ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി കളക്ടർ ഉത്തരവിടുന്നു. ମୁଁ ଫେରି ଆସିବି. ପରମ୍ପରା ନିର୍ବିଘ୍ନରେ ଚାଲିଥାଉ. ଅଗ୍ନି ପୂର୍ଣ୍ଣିମାର ପୂର୍ଣ୍ଣାହୁତି ବେଳେ ମୁଁ ବି ଠିଆ ହେଇଥିବି. ହଉ ଆଜ୍ଞା. ଠାକୁରଙ୍କ ନିୟମ ବିରୁଦ୍ଧରେ କୌଣସି ନିୟମ ନାହିଁ, ପୋଲିସ ନାହିଁ କି କୋର୍ଟ କଚେରୀ ବି ନାହିଁ. ବୁଝିହେଲା?